ഹലോ ഗായ്സ്, ഇന്ന് വേറൊരു വീഡിയോ ആകാം. വീഡിയോ പ്രത്യേകിച്ചൊന്നുമില്ല, എഴുത്ത് തന്നെ. ഈ എഴുത്തില്ലാണ്ട് ഞങ്ങളുടെ നേഴ്സിംഗ് ലൈഫിൽ വേറൊരു കാര്യമില്ല. എക്സാം ആകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് ഇറങ്ങും. എന്ത് അസൈൻമെൻറ്റ്, പ്രൊസീജിയർ, കേസ് സ്റ്റഡി, കേസ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞ് അങ്ങോട്ടൊരു കുന്ന് കണക്ക് സംഭവം ഇറങ്ങും. ഇത് എഴുതി, ഇത് സൈൻ വാങ്ങിച്ച്, ഇത് ബൈൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ എന്ന് പറയുന്നൊരു സമയമാകുമ്പോഴത്തേക്ക് ഇത് കൊണ്ടുപോയി അങ്ങ് കൊടുക്കണം. ഇതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും മൂലക്കോട്ട് എടുത്തും വെക്കണം. അതാണ് ഇതിൻ്റെ ഒരു ഇത് മനസ്സിലായോ? അപ്പോൾ ഇപ്പം ഞാൻ എഴുതുന്നത് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗിൻ്റെ അസൈൻമെൻ്റ് ആണ്. അസൈൻമെൻറ്റ് മാത്രമല്ല കേട്ടോ, പ്രൊസീജിയർ ഉണ്ട്, പിന്നെന്ന് പറഞ്ഞാൽ കേസ് പ്രസൻറ്റേഷൻ, കേസ് സ്റ്റഡി, കെയർ പ്ലാൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കിടപ്പുണ്ട്. പക്ഷെ ആദ്യം നമുക്ക് സ്റ്റാർട്ടിങ്ങേയും തുടങ്ങണമല്ലോ. അതിനാണ് മുമ്പോട്ട് വെച്ചത് അസൈൻമെൻറ്റ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വെറുതെ ചുമ്മാ ഇരുന്ന് എഴുതാൻ പറ്റില്ലല്ലോ. പാട്ടൊക്കെ കേട്ട് സിനിമയൊക്കെ കണ്ട് എഴുതുമ്പോഴത്തേക്കും അതൊരു വൈബടിച്ച് പോകാമല്ലോ. അപ്പം നമുക്ക് എഴുതുന്നതിൻ്റെ ഒരു ഇതും കൂടി കിട്ടും, സ്പീഡ്. അപ്പം ഇത് കണ്ടോ, ഇത് കഴിഞ്ഞ സെമ്മിൽ എഴുതി കഴിഞ്ഞ് പ്രാക്ടിക്കലും കഴിഞ്ഞതുണ്ട്, സ്ഥലത്ത് കയറി. ഇനി അതിൻ്റെ ഉപകാരമൊന്നുമില്ല. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ എഴുതാൻ പറ്റില്ലല്ലോ, അതിൻ്റെ സാധനങ്ങൾ വേണ്ടേ? ഏതൊക്കെ? മാർക്കർ, സ്കെച്ച്, സ്കെയില്, പെന്ന്, ഇതൊന്നും ഇല്ലാണ്ട് ഒന്നും നടക്കത്തില്ലെന്നേ. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ.